അയ്യോ, യുവമാർ ഇതിനായിട്ട് ഇത് ശരിയാക്കിയിട്ടില്ലേ? ഹലോ അണ്ണാച്ചി, ഒരുത്തനെയും കാണുന്നില്ലല്ലോ. കണ്ടിട്ട് മലയാളിയാണെന്ന് തോന്നുന്നു. അതെ സർ. എന്നാൽ ഞാനൊരു ഭയങ്കര രഹസ്യം പറയട്ടെ. ഞാനും ഒരു മലയാളിയാ. ഞാനൊരു മലയാളി പോലീസ് ഓഫീസറാണ്. ഓ, ഡ്രസ് കണ്ടിട്ടായിരിക്കും നോക്കുന്നത്. കള്ളക്കടത്തുകാരനാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ഇട്ടിരിക്കുന്നതാ. അങ്ങനെ ഏതെങ്കിലും സ്മഗ്ലേഴ്സ് എന്റെ അടുത്ത് കമ്പനി അടിക്കാൻ വരുമ്പോ എനിക്ക് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ഈ ടാക്സിക്കാർക്കും റിക്ഷക്കാർക്കും ഓട്ടോക്കാർക്കും ഒക്കെ കുറ്റാന്വേഷണത്തിൽ ഞങ്ങളെ വളരെയധികം സഹായിക്കാൻ പറ്റും. ഈ മദ്രാസിൽ എനിക്ക് വേണ്ടി സ്വല്പം ചാരപ്പണി നടത്താൻ സമ്മതമാണോ? സർ, ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. മദ്രാസിൽ വന്നാൽ ഉടൻ തമിഴ്നാട് പോലീസ് അതോറിറ്റീസുമായി ബന്ധപ്പെടണമെന്നാണ് നിയമം. ഒരു മിനിറ്റ്, എന്റെ ഈ പെട്ടിയും ബാഗും നോക്കിക്കോണേ. ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് പോരാ. ഓക്കെ? എക്സ്ക്യൂസ് മീ, ഐ എം എ പോലീസ് ഓഫീസർ. എനിക്കൊരു അർജന്റ് ഫോൺ കോൾ ചെയ്യണം. ഇങ്ങ ക്യൂ സിസ്റ്റം. ഈ ക്യൂ നിയമം ഉണ്ടാക്കിയിരിക്കുന്നതന്നെ പോലീസുകാരാ. ഞങ്ങൾക്ക് എന്തോന്ന് ക്യൂ? അതൊക്കെ നീ പാലിച്ചാ മതി. എനിക്കത് പ്രശ്നമല്ല. നീ പേഴ്സണല്ല, ഞാൻ ഓഫീഷ്യലാ. சரியா இருக்கு. നോക്കട്ടെ, സ്റ്റാർ ഇല്ലല്ലോ.
സാധാ പോലീസ് ആണല്ലേ? ഐ ആം സർക്കിൾ ഇൻസ്പെക്ടർ വിൻസെന്റ് ഡിസൂസ ഫ്രം കേരള. സർക്കിൾ ഇൻസ്പെക്ടറാ நீயா? உன்னை பார்த்தா போலீஸ் மாதிரி தெரியலையே, திருடன் மாதிரி இருக்கா. திருட்டு பையல ഓക്കിത്തരം പറഞ്ഞാലുണ്ടല്ലോ. எங்கடா உன்னை ஐடி காரங்க ഐഡന്റിറ്റി കാർഡ് ഇന്ന് നിന്നെ കൊണ്ട് സല്യൂട്ട് അടുപ്പിച്ചിട്ട് ബാക്കി കാര്യം. புறா അത് കാറിനകത്ത് പെട്ടിക്കകത്തായി പോയി. யோ வாயா. അയ്യോ, ആ ടാക്സി എവിടെ? അതിനകത്തായിരുന്നു എന്റെ പെട്ടിയും ബാഗും കൊണ്ടായിരുന്നത്. മദ്രാസിൽ മോഷണം ഉണ്ടല്ലേ? നിങ്ങൾ പോലീസുകാരാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ പെട്ടിയും ബാഗും മോഷണം പോയി മിസ്റ്റർ. அப்படியே அந்த கார் நம்பர் உனக்கு தெரியும்? കാർ നമ്പർ ஐயோ ராஸ்கல் பைசா கிடா நீ. ഞാനൊരു രസം പറയട്ടെ. ആക്ച്വലി ഞാൻ ഒരു ജയിൽ പുള്ളി. ഹലോ, 482155 അല്ലേ? അതെ. വിക്രമ മോലാളി ഉണ്ടോ? യെസ് സ്പീക്കിംഗ്. മോലാളി, ഞാൻ കേരളത്തിൽ നിന്ന് വരുവാ. മോലാളി, കേരളത്തിൽ വർക്ക്ഷോപ്പിൽ ഒരു വണ്ടി നന്നാക്കാൻ കൊടുത്തില്ലേ? ഒരു സ്റ്റാൻഡേർഡ് 2000. കൊച്ചുണ്ണി ആശാന്റെ വർക്ക്ഷോപ്പില് ഞാൻ ആ വണ്ടിയും കൊണ്ട്. ആ 1 സെക്കൻഡ് പ്ലീസ്. അവനാണെന്നാ തോന്നുന്നത്. പിന്നെ നമ്മുടെ പേരെന്താ? എന്റെ പേര് അല്ലല്ല, കെ തോമസ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചെറിയൊരു കശപശ ഉണ്ടായി. ഗ്ലാസ് ഒന്ന് പൊട്ടി. ഇവിടെ ഞാനതൊരു വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തു. എന്റെ പൊന്നു മോലാളി, ഞാൻ ആ വണ്ടി എടുക്കാൻ വർക്ക്ഷോപ്പിൽ ചെന്നപ്പം കുറച്ചു പേര് തോക്കുമായിട്ട് വന്ന് എന്നെ ചറപറാന്ന് വെടിവെച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ച്. വർക്ക്ഷോപ്പുകാരനെ മോലാളിയെ ഒന്നും കാണാനില്ല. താനിപ്പോ എവിടുന്നാ സംസാരിക്കുന്നേ? ഞാനിവിടെ ഒരു ടെലിഫോൺ ബൂത്തിന്നാ. മോലാളിയുടെ അഡ്രസ് എന്റെ കയ്യിലുണ്ട്. പക്ഷെ എനിക്ക് അങ്ങോട്ട് വരാൻ വഴിയറിയത്തില്ല. അതിനെന്താ, ഏതെങ്കിലും ഓട്ടോറിക്ഷക്കാരോട് പറഞ്ഞാലേ ഇവിടെ കൊണ്ടുവന്ന് ആക്കും. പ്രശ്നമാണ് മോലാളി. മെനഞ്ഞാന്ന് രാത്രി ഹോട്ടലിൽ വെച്ചൊരു അപകടം ഉണ്ടായി. എന്നെ കൊല്ലാമെന്ന് ഒരുവൻ മനഃപൂർവ്വം തന്നെ കുത്തിച്ചത്തു. അതിനു ഇപ്പൊ പോലീസ് എന്നെ അന്വേഷിച്ച് നടക്കുക. ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഇനി സംശയിക്കണ്ട, ഇത് അവൻ തന്നെ. ബോംബെ പോലും ഇത്ര ബുദ്ധിശാലികളായ കൊലപാതകം ഉണ്ടാവില്ല. ഇവനെ വെറുതെ വിട്ടാൽ നമ്മുടെ വംശവും മുടിച്ചു കളയും. അപ്പോഴേ നിങ്ങളിപ്പോ എവിടുന്നാ സംസാരിക്കുന്നേ? പറഞ്ഞില്ലേ, ഞാൻ ടെലിഫോൺ ബൂത്തിന്നാ. ഏത് ബൂത്ത്? AVM സിനിമാ സ്റ്റുഡിയോ ഇല്ലയോ, അതിനടുത്തുള്ള ഒരു ബൂത്തിന്നാ. ആ, നിങ്ങൾ അവിടെ തന്നെ നിന്നു. ഒന്ന് പോടും. അല്ല, ഞാനത് ഇവിടെ പറഞ്ഞ അവിടെ തന്നെ നിന്നോന്ന് പറഞ്ഞ ആ ബൂത്തിനകത്ത് നിന്നു. ആ, അതാ നല്ലത്. ഞാൻ പുറത്തോട്ടിറങ്ങിയ ഒന്നുകിൽ പോലീസ് എന്നെ പിടിക്കും, അല്ലെ മറ്റേമാരെ ആൾക്കാർ എന്നെ കൊല്ലും. അയ്യോ, താൻ ഒന്നും പേടിക്കണ്ട. എന്റെ ആൾ ഇപ്പൊ അവിടെ വരും. മുതലാളി ആളെ അയക്കുമ്പം ആ കാശ് കൂടെ ഒന്ന് കൊടുത്തയക്കണേ. അത് കിട്ടിയിട്ട് വേണം നാട്ടിൽ അമ്മയെ ഡിസ്ചാർജ് ചെയ്യാനുള്ളതാ. ആ ശരി ശരി, നിങ്ങൾ അവിടെ തന്നെ നിന്നു. ഓക്കെ. ഹലോ, പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ്. പോടാ തിരുട്ടുമുണ്ടോ? ഇത് റോങ് നമ്പർ. തിരുട്ടുമുണ്ട് നിന്റെ അപ്പൻ. ഹലോ, പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ്. No. This is artist Rajinikanth's residence. May I know who is speaking? Nobody is speaking. Hello, police headquarters. Could I speak to DIG Somashekaran Nair, please? Hello, sir. Nair sir അല്ലേ? Sir, ഞാൻ വിൻസെന്റ് ഡിസൂസയാണ്. അതെ സർ, എന്റെ നീക്കങ്ങൾ അവന്മാർ അറിഞ്ഞിരിക്കാൻ വഴിയില്ല. ഇനി അറിഞ്ഞാൽ തന്നെ എന്താ, അടിയെങ്കിൽ അടി, ഇടിയെങ്കിൽ ഇടി, കുത്തെങ്കിൽ കുത്ത്. എല്ലാം മരയും ഒതുക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. പിന്നെ എത്രയോ കൊലക്കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാ ഞാൻ. ഞാൻ കരാട്ടൊക്കെ പഠിച്ചു തീർന്നു. ഇപ്പൊ കൊങ്ഫു തുടങ്ങിയിരിക്കുക.
நம்ம வழக்கப்படி அவனை கவனிக்கிற. പോലീസ് ഓഫീസറാണ്. ശരിയാ, പോലീസാ വരുവ, വരുവ, ഡ്രൈവറാ വരുവ. അയ്യോ 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 തല പിടിച്ചിരിക്കല്ലേ, തല പിടിച്ചിരിക്കല്ലേ, തല പിടിച്ചിരിക്കല്ലേ. അയ്യോ എന്റെ അപ്പനാണ്, എന്റെ അമ്മയാണ്, എന്റെ അമ്മച്ചാണ്, ഞാൻ പോലീസ് ഇൻസ്പെക്ടറാണ്. മൂഞ്ചൊക്കെ ഞങ്ങാമേ തെറി പറയരുത്. ஏய் இது அவனடா போட்டோ பாரு ஆள் மாறி போச்சு എന്താ ഞാൻ പറഞ്ഞ ஆமா இவன் இல்லடா யாரா இருந்தா என்ன அவனை தூக்கி எறிங்கடா ആളല്ലെന്ന് പറഞ്ഞാ പിന്നെ ഉപദ്രവിക്കുന്നുണ്ട്. അയ്യോ മാമ്പലം പോണം. എന്റെ കർത്താവേ, ഈ പോലീസ് പണി എനിക്ക് പറ്റിയതല്ലേ. എന്തിനാ ഇവിടെ നിർത്തിയത്? വാതിരാ